ഗ്രേ കളറിലുള്ള അമ്മയാണ്. അമ്മയുടെ രൂപം ഞാൻ മുട്ടുമേൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാൻ കത്തിച്ചു വെച്ച മെഴുകിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. എൻ്റെ പേര് റിജു സെബാസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് വരുന്നു. 2019 ഡിസംബർ 17 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. മെയ് 1 മുതൽ ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. ഈ മാസം അമ്മയുടെ വണക്കമാസമാണ്. ജപമാല 300 ജപമാല ചൊല്ലിത്തരാമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തു. ഞാൻ ചൊല്ലി നോക്കിയപ്പോൾ എല്ലാം കൗണ്ട് ചെയ്തപ്പോൾ മാസത്തിൻ്റെ അവസാനം 391 പിന്നീട് ജൂൺ മാസം തിരുഹൃദയ വണക്കമാസമാണ്. 1-2 തീയതികളിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിഴലായിട്ട് ഞാൻ എവിടെ പോകുന്നുവോ എൻ്റെ മുമ്പിലും ഇടത്തും വലത്തുമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ല, നീ വെളിപ്പെടുത്തി തരണമെന്ന്. 3-ാം തീയതി ഞാൻ എൻ്റെ മുറിക്കകത്തുള്ള കൃപാസന അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പറഞ്ഞു, ഈ മാസം അമ്മയ്ക്ക് ഞാൻ 1000 ജപമാല ചൊല്ലിത്തരാം. കൗണ്ട് ചെയ്യുമ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 36-37 ജപമാല ഒരു ദിവസം ഞാൻ ചൊല്ലി തീർക്കണം. ഞാൻ വാക്ക് കൊടുത്തുപോയി, പക്ഷേ ഞാനത് പാലിച്ചു. ആ മാസം ഞാൻ 1070 ജപമാല ചൊല്ലിത്തീർത്തു. ആ ദിവസം തന്നെ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ ദേവാലയത്തിൽ കൊറോണ നമ്മുടെ കോവിഡ് ആയതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. 3-ാം തീയതി ദേവാലയത്തിൽ വെച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ജപമാല വന്ന് കസേരയിൽ അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ ജപമാല അവിടെ നിർത്തി മുട്ടുമ്മൽ നിന്ന് വീണ്ടും ഞാൻ ചൊല്ലി. അത് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അറിയിച്ച് മറ്റ് ആൾക്കാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂൺ മാസം 19-ാം തീയതി എൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെ സുഗന്ധമുണ്ടായി. അന്ന് ഉച്ചയ്ക്ക് 2:40 ഞാൻ വീട്ടിൽ വന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ എവിടെ നോക്കിയാലും സുഗന്ധം. ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഞാൻ ഇവിടുത്തെ കൃപാസന ഓൺലൈനിൽ ജപമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കത്തിച്ചു വെച്ച മെഴുക് ഉരുകി. അതിന് തൊട്ട് മുമ്പേ ഈ ജപമാലയിൽ നിന്ന് ലൈറ്റ്, ഇതിൻ്റെ പ്രകാശം അമ്മയുടെ ഫോട്ടോയിലേക്കും അതിൽ നിന്നുള്ള പ്രകാശം എൻ്റെ കണ്ണിലേക്കും വരുന്നു. ഈ പ്രകാശം പോയിട്ട് മെഴുകിലേക്കാണ് ആദ്യ ദിവസം പോയത്. ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ മെഴുകുരുകി മാതാവും ഉണ്ണീശോയും ഒരു മാലാഖിയുമായിട്ട് മെഴുകി രൂപപ്പെട്ടു. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരിയുടെ കൈവശത്ത് നിന്ന് ഇത് താഴെ വീണ് പൊട്ടിപ്പോയി. എനിക്ക് ഒത്തിരി സങ്കടമായി. ഇത് സാക്ഷ്യം പറയുവാനുള്ള അമ്മ അടയാളം തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30-ാം തീയതി ഇവിടെ വന്ന് പോകുമ്പോൾ അമ്മയോട് പറഞ്ഞ്, നീ ഈ കൃപാസന ഈ പടി ഞാൻ ചവിട്ടണമെങ്കിൽ നീ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരടയാളം തരണമെന്ന്. വളരെ സങ്കടത്തോടെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തുടർന്ന് 23-ാം തീയതി, ജൂൺ മാസം 23-ാം തീയതി ഇതുപോലെ ഓൺലൈൻ ജപമാല നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഏകദേശം 5:40 ഇതുപോലെ മുറിക്കകത്ത് നീല നിറത്തിലുള്ള കളറ് രൂപപ്പെടുവാൻ തുടങ്ങി. തുടർന്ന് ഈ ജപമാലയിൽ നിന്ന് ലൈറ്റ് വീണ്ടും ആദ്യം കാണിച്ചതുപോലെയുള്ള ലൈറ്റ് അമ്മയിലേക്കും അമ്മയിൽ നിന്ന് എൻ്റെ കണ്ണിലേക്കും വരുവാൻ തുടങ്ങി. പിന്നീട് ഞാൻ കാണുന്നത് സിൽവർ ഗ്രേ കളറിലുള്ള അമ്മയാണ്. അമ്മയുടെ രൂപം ഞാൻ മുട്ടുമേൽ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാൻ കത്തിച്ചു വെച്ച മെഴുകിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. 1 സെക്കൻഡാണ് വന്നത്. ആ സമയത്ത് എൻ്റെ കൈയും കാലും ആകെ തരിച്ചുപോയി. ഒന്ന് ഫോട്ടോ എടുക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. എനിക്കൊന്ന് ശബ്ദിക്കുവാൻ പോലും എൻ്റെ നാവ് അനങ്ങുന്നില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ കാണുന്നത് ആ മാതാവ് നേരെ ചെന്ന് ഞാൻ കത്തിച്ചു വെച്ച മെഴുകിലാണ്. ആ മെഴുക് ഈ കൃപാസനം അമ്മ എങ്ങനെയാണോ അതുപോലെ ആയിട്ടാണ് ആ മെഴുക് രൂപപ്പെട്ടിട്ടുള്ളത്. അതും ഇവിടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ മെഴുകിൻ്റെ രൂപം ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നും എനിക്ക് സുഗന്ധം ഉണ്ടായിട്ടുണ്ട്.
തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വപ്നത്തിൽ വന്ന് അമ്മ എന്നോട് പറയുന്ന, ആദ്യം തന്നെ നിന്നെ വിശദീകരിക്കണം. ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുള്ള 6 നിയോഗങ്ങളിലെ 2 നിയോഗങ്ങളാണ് എനിക്ക് സാധിച്ചത്. ഒന്നാമത്തത് 17 വർഷം പഴക്കമുള്ള എൻ്റെ ഡിസ്കിൻ്റെ, എനിക്ക് മുട്ടുകുത്തുവാനോ നടുവിന് ഒത്തിരി സമയം ഇരിക്കുമ്പം പെയിൻ വരാറുണ്ട്. ഇന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ തന്നെ സാക്ഷ്യം പറഞ്ഞു, 3 ജപമാല മുട്ടുമ്മൽ നിന്നിട്ടാണ്, ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, മുട്ടുമ്മൽ നിന്ന് തന്നെയാണ് ഞാൻ ചൊല്ലിത്തീർത്തത്. അത് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തത് ഈ കഴിഞ്ഞ ജനുവരി 11/1/2021 സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് ഹോസ്പിറ്റൽ ചെറുകുന്ന് കണ്ണൂരിൽ ഞാൻ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു, കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗമായിട്ട്. ഇതുവരെ എൻ്റെ ശരീരത്തിൽ കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ഹൈ ആണ്. വീട്ടുകാരോട് പറഞ്ഞു, 3-4 ദിവസം ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 9 ദിവസത്തോളം എന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ ഷുഗറാണ്. എന്നോട് ഡോക്ടറും എൻ്റെ വീട്ടുകാരോടും പറഞ്ഞു, തുടർച്ചയായിട്ട് ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിക്കണമെന്ന്. എന്താ ഞാൻ ചെയ്തത്, ഒരാഴ്ച കഴിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ രോഗം സൗഖ്യമാക്കി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സംഭവിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഷുഗറിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളോ എൻ്റെ ടെസ്റ്റിൽ കാണുവാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി എൻ്റെ മുഖത്ത് ഒത്തിരി ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന സമയത്തായാലും എനിക്ക് ഭയങ്കര അത് കാരണം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉടമ്പടി തൈലം എന്ന വിശുദ്ധമായ തൈലം ഞാൻ അതെടുത്ത് അപ്ലൈ ചെയ്തപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറി. പിന്നീടുള്ളത് എൻ്റെ സഹോദരൻ്റെ കുട്ടി, 8 വയസ്സുള്ള അദീന ഷാൽവി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഇടത് സൈഡ് വൃത്താകൃതിയിൽ മുടി കൊഴിഞ്ഞ് വളരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വീട്ടുകാർക്ക് വിഷമമാണ്. പല ഡോക്ടേഴ്സിനെയും കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടി തൈലമുണ്ട്, ആ തൈലം ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുട്ടിയുടെ തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ ഏകദേശം 3 ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റം വരാൻ തുടങ്ങി. 3 ദിവസത്തിനുള്ളിലാണ് മുടിയുടെ മറ്റു ഭാഗങ്ങളിൽ, തലയുടെ മറ്റു ഭാഗങ്ങളിൽ മുടിയുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള തൈലം അപ്ലൈ ചെയ്തപ്പോഴാണ് അവിടെ അത്ഭുതം കാണുവാൻ സാധിച്ചത്. തുടർന്ന് ഈ ദിവസങ്ങളിലൊക്കെ അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറയും, നിന്നെ തന്നെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സാക്ഷ്യം തരുന്നത്. അപ്പോൾ നീ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ജപമാല ഭക്തി വർദ്ധിപ്പിക്കുക. രണ്ടാമത്, എന്നെ അറിയാത്തവർക്ക് കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനും അവരോട് അറിയിക്കുകയും ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ ഇടവകയിൽ തന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ വീടുകൾ കയറി. എനിക്ക് വാഹനമുണ്ട്, പക്ഷെ ഞാൻ അവിടെയും സഹനം ഏറ്റെടുത്തു. കാരണം സഹനമില്ലാതെ ഒന്നും ഈ ജീവിതത്തിൽ നേടുവാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ഇത് ഓരോ ഭവനത്തിലും കടന്നു ചെല്ലുമ്പോഴും അമ്മയെക്കുറിച്ച് പറയുവാൻ എന്തെങ്കിലും എൻ്റെ കൈവശം വേണം. ഉടമ്പടി തൈലമുണ്ട്, ഉപ്പുണ്ട്, കൃപാസന പത്രം. ഞാനിവിടെ ഏപ്രിൽ 24-നും 30-ാം തീയതി വന്നപ്പോൾ 80 പത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും പിന്നെ എൻ്റെ അയൽവാസികൾ ഇവിടെ ഉടമ്പടി എടുത്ത കുറച്ച് പേരുണ്ട്, അവർ എനിക്ക് നൽകിയ പത്രം എടുത്തിട്ട് ഞാൻ എൻ്റെ ദൗത്യത്തിനായി പുറപ്പെട്ടു. ഏകദേശം ഇന്നലെ വരെ ഞാൻ കൗണ്ട് ചെയ്തപ്പം 650-ന് മുകളിൽ ആൾക്കാരെ അമ്മയ്ക്ക് ഞാൻ ഈ സാക്ഷ്യം അറിയിക്കുവാൻ സാധിച്ചു. ഒപ്പം തന്നെ എൻ്റെ 6 നിയോഗം, 3-ാമത്തത് ഗവൺമെൻറ് ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എക്സാമൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിലുണ്ട്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് സാധ്യമാകുമെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുന്നു.
ഈ ലോകത്തിന് വേണ്ടി അമ്മ മാതാവിനോട് അന്ന് ഞാൻ ഈ 30-ാം തീയതി ഈ പടി ഇറങ്ങുമ്പോൾ പറഞ്ഞത്, ഈ പടി ചവിട്ടണമെങ്കിൽ നീ എനിക്ക് അടയാളം തരണം. പരിശുദ്ധ അമ്മേ മാതാവേ, ഇത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ നീ നൽകി ഈ ലോകത്തിന് വേണ്ടിയും എല്ലാ മക്കൾക്ക് വേണ്ടിയും എന്നെ സാക്ഷിയാക്കിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ കൃപകൾക്കും ഇനി എനിക്ക് നൽകുവാനുള്ള എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മേ മാതാവേ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയ വലിയ സാക്ഷ്യങ്ങളാണ് കണ്ണൂരിൽ നിന്ന് വന്ന റിജു എന്ന ഈ സഹോദരൻ 38 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പങ്കുവച്ചത്. ഏതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ ഇതുവരെ ഒരു മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇല്ല. അപ്പോൾ ഷുഗർ നേരത്തെ ഉണ്ടായിരുന്നതാണോ? ഇല്ല. എനിക്ക് 2021 ജൂൺ 8-നാണ് സ്റ്റാർട്ട് ചെയ്തത്. കിഡ്നി സ്റ്റോൺ വോമിറ്റിംഗ് ആയിരുന്നു. 9 ദിവസം ബോധമില്ലാതെ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയം ഒന്നും തന്നെ കഴിക്കുന്നില്ലായിരുന്നു. എന്തെങ്കിലും ജ്യൂസ് കഴിച്ചാൽ കഴിക്കുന്നു, ഓൺ ദ സ്പോട്ട് തന്നെ വോമിറ്റിംഗ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ആ സമയം എനിക്ക് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബോധം വന്നപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുവരിക. അത് ഞാൻ എൻ്റെ വീട്ടുകാർ എനിക്ക് കഴിക്കുവാനുള്ള ഉച്ചഭക്ഷണത്തിൽ അത് ചേർത്തിട്ട് തരുമായിരുന്നു. അതിന് ശേഷമാണ് കുറച്ച് എഴുന്നേറ്റ് നിൽക്കുവാനും എനിക്ക് പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലുവാനും ഹോസ്പിറ്റലിൽ നിന്ന് സാധിച്ചത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങി ഉടനെ തന്നെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വരുമെന്ന്. പക്ഷെ ഞാൻ ഒരുപാട് തവണ എൻ്റെ മെസ്സേജ് കൃപാസനം ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, ഒഫീഷ്യൽ ഇതിൽ സൈറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ തുടങ്ങിയില്ല എന്ന് പറഞ്ഞു, ഇവിടെ ആരും പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞു, അനുവാദമില്ല എന്ന് പറഞ്ഞതിനാലാണ് ഇത്രയും ഞാൻ വൈകിയത്. ഓക്കെ. നടുവേദന എങ്ങനെയാണ് മാറിയത്? ഉടമ്പടി തൈലം പുരട്ടിയാണോ മാറിയത്? അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നോ? ഉടമ്പടിയിൽ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 23-ന് ഈ മാതാവ് ഈ രൂപം പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് തന്നെയാണ് എൻ്റെ നടുവേദന മാറിയത്. അതിനു മുമ്പേ ഞാൻ ഒത്തിരി തവണ ഞാൻ തൈലം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ആശ്വാസം ലഭിക്കാറുണ്ട്. എന്നാൽ പിന്നീടും വീണ്ടും വരും, എന്നാലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അമ്മ വന്ന ആ സമയത്ത് എൻ്റെ ശരീരത്ത് കോരിത്തരിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടായി. അത് വന്നതിന് ശേഷം പാടെ എല്ലാം മാറി. അവിടെയാണ് എൻ്റെ ശാരീരിക സൗഖ്യം ലഭിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എനിക്ക് അനുഭവപ്പെട്ടത്. സാക്ഷ്യം വ്യക്തമാണ്. നമുക്കറിയാം കൃപാസനത്തിൽ നടക്കുന്ന അത് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ്. കൃപാസനത്തിലെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ദൈവാനുഭവം എന്ന് പറയുന്നത് സഞ്ചാരി മാതാവ് സഞ്ചരിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു അനുഭവമാണ്. ഉടമ്പടിയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 90 ദിവസമാണ്. അതിൻ്റെ കാരണം ഇതാണ്, വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ താമസിച്ചത് 90 ദിവസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ മക്കളുടെയും ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നാണ് പരിശുദ്ധ അമ്മ ഓരോ മക്കൾക്കും സാന്ത്വനവും സന്ധിപ്പും നൽകുന്നത്. പുറപ്പാട് 33:14 തിരുവചനമാണത്. ഞാൻ